നമസ്കാരം പ്രിയമുള്ളവരെ. വീണ്ടും മെഡിസപ്പ് തന്നെയാണ്. ഇതൊരു ശരിക്കും ഒരു പ്രതിഷേധ വീഡിയോ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ കേൾക്കണം. സംസ്ഥാനത്തെ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും എല്ലാവരുടെയും ഗ്രൂപ്പിലേക്ക് ഇത് ഫോർവേഡ് ചെയ്യണം. ഈ പ്രതിഷേധ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ എല്ലാ സ്ഥലത്തും എത്തേണ്ട സ്ഥലത്ത് എത്തണം. ഇത് ശരിക്കും മെഡിസപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പകൽ കൊള്ളയായി മാറിയിരിക്കുന്നു. പച്ചയ്ക്ക് പിടിച്ചു പറിക്കുകയാണ്. ജീവനക്കാരൻ്റെയും പെൻഷൻകാരുടെയും പാത്രത്തിൽ കൈയിട്ട് വാരൽ, അതാണിപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇതേ വിഷയം വീഡിയോ ഇട്ടിരുന്നു. അതിനുശേഷവും കാര്യങ്ങൾക്ക് കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടില്ല. എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് തന്നെ ഇത്തരത്തിലുള്ള നിരവധിയായ അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ജീവനക്കാരും പെൻഷൻകാരും കൂടി ഏകദേശം 11 ലക്ഷത്തോളം ആൾക്കാർ ഉണ്ട്. അവരുടെ ആശ്രിതരടക്കം 30 ലക്ഷം ഉപഭോക്താക്കളാണ് ശരിക്കും ഈ മെഡിസപ്പിൽ ഉള്ളത്. ഇത് എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. നമ്മളത് നിസ്സാരമാക്കി കളയരുത്. ഇത് എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. അത് സർവീസിൽ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അവരുടെ ആശ്രിതർക്കും കുടുംബത്തിലുള്ളവർക്കും ഒക്കെ തന്നെ ഒരുപോലെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇത് ബാധിക്കാത്തത് എന്താണ് എന്ന് വെച്ചാൽ, നിങ്ങൾ ഹോസ്പിറ്റലിൽ ഒരു അസുഖം അല്ലെങ്കിൽ നിങ്ങളുടെ ആശ്രിതർക്ക് ഒരു അസുഖം വന്നാൽ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഒരു ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അസുഖം വരാത്തവർ ഇതിൻ്റെ ഗൗരവം തിരിച്ചറിയുന്നില്ല എന്നതാണ് സത്യം. ഓർമ്മിക്കുക, നമുക്ക് എല്ലാവർക്കും ഏത് സമയത്തും ഏത് അസുഖങ്ങളും വരാം. അപ്പോൾ ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന വളരെ മോശം അനുഭവങ്ങൾ, നമ്മളെ പോക്കറ്റ് കാലിയാക്കുന്ന രീതികളൊക്കെ വരും. അതുകൊണ്ടാണ് ഇത് നിരന്തരമായിട്ട് സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ വീഡിയോകൾ ഞങ്ങൾ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഇപ്പം നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഒരു ട്രീറ്റ്മെൻറ്റിന് ബില്ല് അവർ ട്രീറ്റ്മെൻറ്റ് നടത്തി 3 ലക്ഷം രൂപ ബില്ലായി എന്ന് വെച്ചോ. ഹോസ്പിറ്റലുകാരുടെ മറ്റൊരു പ്രത്യേകത എന്താണ്, മെഡിസപ്പ് പറഞ്ഞാൽ അല്പം കൂടി ബില്ല് കൂട്ടിയിടുന്നു എന്നൊരു പരാതി കൂടിയുണ്ട്. ഇപ്പം 3 ലക്ഷം ബില്ലായി. നമ്മൾ ചെന്നപാട് മെഡിസപ്പിൻ്റെ കാർഡൊക്കെ കൊടുത്തു. കാർഡ് അവർ അപ്ലോഡ് ചെയ്തു. അതൊക്കെ ഓക്കെ ആയി. ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോഴേക്ക് നമുക്ക് അപ്രൂവൽ ആയത് ഒരുപക്ഷെ 25,000 രൂപ മാത്രമേ ഉണ്ടാവുള്ളൂ. 3 ലക്ഷം ബില്ലിന് 25,000 രൂപ മാത്രമേ എന്താവുന്നുള്ളൂ, അപ്രൂവൽ ആവുന്നുള്ളൂ. മതിയോ? ഇത് ശരിക്കും മതിയോ? ഇത് നമ്മൾ ഈ മെഡിസപ്പ് എന്ന് പറയുന്ന സംവിധാനം ക്യാഷ്ലെസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് ആരംഭിച്ചത്. അപ്പോൾ നമ്മൾ വളരെ വലിയ ഒരു സമാധാനം, ഒരു അസുഖം വന്നു കഴിയുമ്പോൾ വലിയ സമാധാനത്തോടെയാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. കാരണം എന്താ, നമുക്ക് മെഡിസപ്പ് ഉണ്ടല്ലോ എന്ന്. ക്യാഷ്ലെസ് കിട്ടുമെന്നൊക്കെ, ഒരു പണവും കൊടുക്കണ്ട, ക്യാഷ്ലെസ് ട്രീറ്റ്മെൻ്റ് ആണ് മെഡിസപ്പ് എന്നൊക്കെ ധരിച്ച് അവിടെ എത്തിക്കഴിയുമ്പോഴാണ് ഈ അവസ്ഥ വരുന്നത്. ഇത്തരത്തിലുള്ള ഒരു എക്സാമ്പിളിൽ നമ്മൾ 2,75,000 രൂപ ഈ ജീവനക്കാരനും പെൻഷൻകാരനും അവരുടെ കുടുംബത്തിന് വേണ്ടി ഉണ്ടാക്കണ്ടേ, അല്ലെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണ്ടേ? ഇതിപ്പോ കണ്ടുവരുന്നത് എന്താന്ന് വെച്ചാൽ, മെഡിസപ്പ് 2ാം ഘട്ടമാണ് ഇപ്പം നടത്തുന്നുകൊണ്ടിരിക്കുന്നത്. മെഡിസപ്പ് 1 ഗുരുതരമാണ്, അല്ലെങ്കിൽ അപകടകരമാണ്. മെഡിസപ്പ് 2 എന്നതാണ് യഥാർത്ഥത്തിൽ സത്യം. ഇപ്പൊ 5 ലക്ഷം രൂപയാണ് നമുക്ക് ക്ലെയിം. 5 ലക്ഷം രൂപ വരെ നമുക്ക് ക്ലെയിം ചെയ്യാനുള്ള അവകാശമില്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാ. ഈ 5 ലക്ഷം ആകണം. ഈ തരത്തിലൊരു നമുക്ക് അപ്രൂവൽ കിട്ടുമ്പോൾ, അതായത് 20,000, 10,000, 25,000, 30,000 ഇത്തരത്തിൽ അപ്രൂവൽ നമുക്ക് കിട്ടുമ്പോൾ ഒരു 20-25 അസുഖങ്ങളിലും വന്നാൽ മാത്രമേ നമുക്ക് 5 ലക്ഷം കിട്ടുള്ളൂ. ഈ പീരീഡിനുള്ളിൽ ഒരു 20ഓ 25ഓ അസുഖം വിവിധ ആൾക്കാർക്കായിട്ട് സ്വന്തമായിട്ടും വരണം. അത് മാത്രമല്ല, അത് വന്നു കഴിഞ്ഞാൽ 5 ലക്ഷം നമുക്ക് എന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ ഹോസ്പിറ്റൽ ബില്ല് ഏകദേശം 25 ലക്ഷം ആയിരിക്കും. അപ്പോൾ ഒരു 20% റേഞ്ചിലാണ് ഇപ്പം നിൽക്കുന്നത്. അത് മാത്രമേ നമുക്ക് പാസ്സാകുന്നുള്ളൂ. ആ പാസ്സാകലും മാത്രം പ്രതീക്ഷിച്ചിട്ടേ ആൾക്കാർ ഹോസ്പിറ്റലുകളിലേക്ക് പോകാവൂ. ഇപ്പൊ ഇത് ശരിക്കും എന്താന്ന് പറഞ്ഞാൽ ആരും ഇല്ലാത്ത ഒരവസ്ഥയാണ്. എത്രത്തോളം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഒന്നിനും പരിഹാരമാവുന്നില്ല എന്ന് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരിക്കും ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, മെഡിസിപ്പ് പദ്ധതിയിൽ വ്യവസ്ഥ അനുസരിച്ച്
ഇൻഷുറൻസ് കമ്പനിക്ക് ലഭിച്ച കരാറ്, അതായത് ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നത് ഓറിയന്റൽ ഇൻഷുറൻസ് ആണ്, ആ കരാറ് 2 സ്വകാര്യ കമ്പനികൾക്ക് ഉപകരാറായി ലഭിച്ചു എന്നാണ് അറിയുന്നത്. അപ്പോൾ അവിടുന്ന് സബ് കോൺട്രാക്ട് കൊടുത്ത മാതിരിയുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അതെങ്ങനെയാണ് അത് നടക്കുന്നതൊക്കെയാ? പിന്നെ ഓറിയന്റൽ ഇൻഷുറൻസും സർക്കാരും ഒക്കെ ഒരു ഉഭയകക്ഷി കരാർ വ്യവസ്ഥയിൽ തുടങ്ങിയ ഒരു വലിയ സംരംഭം, കേരളത്തിലെ 31 ലക്ഷത്തോളം ആൾക്കാരെ ബാധിക്കുന്ന ഒരു വലിയ സംരംഭം, ഓരോ മാസവും ഓരോ ജീവനക്കാരന്റെ അക്കൗണ്ടിൽ നിന്നും 687 രൂപ പിടിച്ച് തുടങ്ങിയ ഒരു സംരംഭം, 11 ലക്ഷത്തോളം ജീവനക്കാരെ അത്തരത്തിൽ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ച് തുടങ്ങിയ സംരംഭം. ആ സംരംഭത്തിൽ ഇത്തരത്തില് ഒരു ഉഭയകക്ഷി കരാർ അനുസരിച്ച് ചെയ്തതിൽ എങ്ങനെയാണ് 2 സ്വകാര്യ കമ്പനികൾക്ക് ഉപകരാറായിട്ട് അവർ കൊടുത്തത് എന്നാണ് മനസ്സിലാവാത്തത്. ശരിക്കും എല്ലാത്തിലും ദുരൂഹതയാണ്, എല്ലാത്തിലും ദുരൂഹത. മെഡിസെപ്പിലെ ഇപ്പോഴത്തെ പരാതി പരിഹാര സംവിധാനം ഇതുവരെ ശരിക്കും പ്രവർത്തിക്കുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ പരാതി പരിഹാരം ഒന്നാം മെഡിസെപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ പരിഹരിച്ചിട്ടാണ് 2ാം മെഡിസെപ്പ് ആരംഭിക്കുന്നു എന്നായിരുന്നു വെച്ചിരുന്നത്. കണക്കും അങ്ങനെ തന്നെയായിരുന്നു. കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതും വിശദമാക്കിയതും അത്തരത്തിൽ തന്നെയാണ്. 3 ത്രിതല പരാതി പരിഹാര സംവിധാനമാണ് ശരിക്കും മെഡിസെപ്പിലുള്ളത്. അതിൽ ജില്ലാ സമിതിയുണ്ട്, സംസ്ഥാന സമിതിയുണ്ട്, അപ്പലേറ്റ് അതോറിറ്റി ഉണ്ട്. ഈ അപ്പലേറ്റ് അതോറിറ്റിയും കഴിഞ്ഞിട്ടാണ് തിരുവനന്തപുരത്തെ സിവിൽ കോടതിക്ക് കേസ് കൊടുക്കാമെന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഇത്തരത്തിലുള്ള ഒരു ത്രിതല പരാതി പരിഹാര സംവിധാനത്തിലേക്ക് നമ്മൾ പരാതി കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഈ പരാതി കമ്പനിക്ക് തന്നെ കൊടുക്കണം. അതിൻ്റെ ഒരു ലിങ്ക് മെഡിസെപ്പ് പോർട്ടലിലുണ്ട്. അപ്പോൾ 30 ദിവസത്തിനകം കമ്പനി മറുപടി നൽകണം. ഇതാണ് വ്യവസ്ഥ. ആദ്യത്തെ പരാതി നമ്മൾ ആർക്ക് കൊടുക്കണം? അപ്പോൾ പിന്നെ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയായ നമ്മളുടെ മെഡിസെപ്പ് കമ്പനിക്ക് കൊടുക്കണം, ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കണം. അവരുടെ 30 ദിവസം കാലാവധി ഉണ്ട് അവർ മറുപടി തരാൻ. ആ മറുപടി കിട്ടി, ആ മറുപടി തൃപ്തികരമല്ലെങ്കിലാണ് എങ്ങോട്ട് പോകേണ്ടത്? ജില്ലാ സമിതിയിലേക്ക് പോകേണ്ടത്. ആ മറുപടിക്ക് ശേഷം, അത് ലഭിച്ച ശേഷം നമുക്കത് തൃപ്തികരമല്ലെങ്കിൽ ആ പ്രശ്നം അവിടെ പരിഹരിച്ചെങ്കിൽ അവിടെ തീർന്നു. തൃപ്തികരമല്ലെങ്കിൽ നമുക്ക് ജില്ലാ സമിതിയിലേക്ക് പരാതി കൊടുക്കാവുന്നതാണ്. ശരിക്കും ജില്ലാ സമിതിയുടെ ഒരു തലവൻ എന്ന് പറയുന്നത് ADM ആണ്, അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് തലവനായിട്ടുള്ള ഒരു ജില്ലാ സമിതിയാണ് നമുക്കുള്ളത്. അപ്പോൾ അവിടെയും 30 ദിവസം സമയമുണ്ട്, അവിടെയും മറുപടി ലഭിക്കാൻ 30 ദിവസം സമയമുണ്ട്. അതിനുശേഷമാണ് നമ്മൾ വീണ്ടും സംസ്ഥാന സമിതിയിലേക്ക് പോകുന്നത്. അവിടെയുണ്ട് 30 ദിവസം. അത് കഴിഞ്ഞാണ് നമ്മൾ അപ്പലേറ്റ് അതോറിറ്റിയിലേക്ക് പോകുന്നത്. അപ്പലേറ്റ് അതോറിറ്റി ഒരു വിധി പ്രഖ്യാപിച്ചാൽ അത് കമ്പനി അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ എവിടെയാണ് പ്രശ്നം എന്ന് പറയുന്നത്? നമ്മൾ കമ്പനിക്ക് ഒരു പരാതി കൊടുത്താൽ 30 ദിവസം യാതൊരു മറുപടിയും ഇല്ല എന്നുള്ളതാണ് സത്യം. ആരോട് പറയാനാണ്? ആരാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക? സത്യത്തിൽ ഈ വേറൊരു സംഭവം നടന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ മറവില് എല്ലാവരും ഇലക്ഷൻ ചൂടിലാണ്, പെരുമാറ്റച്ചട്ടവും ഉണ്ട്. ഈ സമയത്ത് വ്യാപകമായി ക്രമക്കേട് നടന്നു എന്നാണ് വിവരം. മെഡിസെപ്പിലെ ഇൻഷുറൻസ് കമ്പനി വ്യാപകമായ ഈ ഒരു പീരീഡാണ്, ആരും ശ്രദ്ധിക്കാത്ത ഒരു പീരീഡാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കടന്നുപോയത്. ഒന്നാമത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം, മറ്റൊന്ന് എല്ലാവരും എലക്ഷന്റെ ഒരു സ്പിരിറ്റിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള സമയങ്ങളിൽ വ്യാപകമായിട്ട് ഇൻഷുറൻസ് കമ്പനി രോഗികളെ പറ്റിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 1.25 ലക്ഷം ക്ലെയിമുകൾ റിജക്റ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് 1.25 ലക്ഷം ക്ലെയിമുകൾ അപ്രൂവൽ ആകുന്നത് പോട്ടെ, റിജക്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണഗതിയിൽ പറയാറില്ലേ, ഇപ്പൊ ഈ തക്കം നോക്കിയിട്ടുള്ള ഒരു പരിപാടിയായിപ്പോയി ഇത്. ഈ സാധാരണ പറയും മാതിരി എല്ലാവരും ഉത്സവത്തിന് പോയ സമയത്ത് വീട് കുത്തി തുറന്ന് മോഷണം നടത്തി എന്ന് പറയുന്നതിന് തുല്യമായ ഒരു പരിപാടിയാണ് ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഈ മെഡിസെപ്പ് കമ്പനി ജീവനക്കാർക്ക് എതിരെ, പെൻഷൻകാർക്കൊക്കെ എതിരെ നടത്തിയിരിക്കുന്നത് എന്നാണ് പറയേണ്ടത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. കഴിഞ്ഞ മാസം മാർച്ച് മാസത്തിൽ സോഫ്റ്റ്വെയർ തകരാറെന്ന് പറഞ്ഞ് ഒരു 13 ദിവസത്തോളം ഇതിലേക്ക് അപ്രൂവലിന് വേണ്ടി ക്ലെയിം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഏകദേശം മാർച്ച് 15 മുതൽ
മാർച്ച് 27 വരെ ഒരു രോഗിക്കും, ആസ്പത്രിയിൽ ചെയ്യുന്ന ഒരു രോഗിക്കും ആ സൈറ്റിലേക്ക്, മെഡിസപ്പിന്റെ സൈറ്റിലേക്ക് ഇത് ഫോർവേഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ക്ലെയിം ഫോർവേഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നേ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ തകരാറാണെന്ന് ആ സമയത്ത് വിശദീകരിച്ച്. അത്തരത്തിൽ ആ പീരീഡിൽ സോഫ്റ്റ്വെയർ തകരാറെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യാൻ കഴിയാതിരുന്ന ആ പീരീഡിൽ ആർക്കും തന്നെ ഇൻഷുറൻസ് ആനുകൂല്യവും നൽകിയിട്ടില്ല. എത്രയെന്ന് വെച്ചിട്ട് ആൾക്കാർ ഇതിൻ്റെയൊക്കെ പുറകെ പോവുക, അതാണ് സത്യം. പിന്നെ തെരഞ്ഞെടുപ്പായി. ഇതൊക്കെ ഇൻഷുറൻസ് കമ്പനിക്ക് അറിയാം. ഒരു പീക്ക് ടൈമിൽ പരമാവധി ആൾക്കാരിൽ നിന്ന് പിടിച്ചു പറിക്കുക. അപ്പോൾ പിന്നെ തെരഞ്ഞെടുപ്പായി, സർക്കാരിന് ഇടപെടാൻ പരിമിതിയായി. ഈ സാഹചര്യം മുതലെടുത്ത് ഇൻഷുറൻസ് കമ്പനി ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ചൈറ്റിയിൽ വളരെ ആഴത്തിൽ തന്നെ കൈയിട്ട് വാരിയ അവസ്ഥയാണ് കഴിഞ്ഞ മാസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം ഇവിടെ പറയാതിരിക്കാൻ വയ്യ. സർക്കാർ ഇതുവരെ ഇതിന് കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. അത് ഇടപെടാൻ തുടങ്ങുന്നുണ്ട്. ധനകാര്യ വകുപ്പ് അത് ഫയലുകൾ പരിശോധിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നതല്ലാതെ കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ പ്രധാനപ്പെട്ട പരാതികൾ എന്ന് പറയുന്നത്, ഒന്ന് ഇത് നമ്മൾ മെഡിസപ്പ് 2 എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ അർഹതപ്പെട്ടതാണെങ്കിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻ്റ് ആണ്. എന്നാൽ ചികിത്സാ ചെലവ് മുഴുവൻ ക്ലെയിം ആയിട്ട് ലഭിക്കുന്നില്ല. ഏകദേശം എല്ലാ എക്സാമ്പിൾസും നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരു 20% ക്ലെയിം, 20% എമൗണ്ട് മാത്രമേ ക്ലെയിമിൽ അപ്രൂവൽ ആകുന്നുള്ളൂ എന്നാണ് മനസ്സിലാവുന്നത്. ക്യാഷ്ലെസ് സൗകര്യം ശരിക്കും നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊന്ന്, വാഗ്ദാനം ചെയ്ത ആനുകൂല്യങ്ങൾ ആസ്പത്രികളിൽ കിട്ടുന്നില്ല. ആസ്പത്രികൾ എന്ന് പറയുന്നത് ശരിക്കും ഈ മെഡിസപ്പ് കമ്പനിയും ഗവൺമെൻറ്റും ഒക്കെ ആയിട്ട് ഈ ഹോസ്പിറ്റലുകൾ കരാറ് ഒപ്പുവെച്ചതാണ്. കരാറിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ അസുഖം, ആ അസുഖം ഇത്ര രൂപയ്ക്ക് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കോളാം എന്ന് ഹോസ്പിറ്റലുകാർ കരാറിൽ ഒപ്പുവെച്ചതാണ്. ഇപ്പോൾ 75,000 രൂപ വരുന്ന ഒരു ചികിത്സ, ആ ചികിത്സ മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് കമ്പനിയുടെ കണക്കിൽ അതിന് 30,000 രൂപയെ ഉണ്ടാവുള്ളൂ. ആ 30,000 രൂപയ്ക്ക് ഞങ്ങൾ ചികിത്സിച്ചോളാം എന്ന് ഈ ഹോസ്പിറ്റലുകാർ എഗ്രിമെന്റ് വെച്ചതാണ്. അതാണിപ്പോൾ മാറുന്നത്. അതിന് പകരം അവരിപ്പോൾ എന്ത് ചെയ്യുന്നു? 75,000 രൂപയുടെയും ബില്ലടിച്ചിട്ട് ഇവരോട് പറയും, രോഗികളോട് പറയും, ഇൻഷുറൻസ് കമ്പനി 30,000 തന്നത്, നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകണമെങ്കിൽ ബാക്കി പണം നിങ്ങൾ അടയ്ക്കണം, 45,000 രൂപ നിങ്ങൾ അടച്ചാൽ മാത്രമേ പോകാൻ കഴിയുള്ളൂ. ഇതാണിപ്പോൾ അവസ്ഥ. മറ്റൊരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, മെഡിസപ്പിൽ നിന്ന് ക്യാഷ് അപ്രൂവൽ ആയിട്ടില്ല. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് രോഗികളോട് പറയുന്നതാണ്, മെഡിസപ്പ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ക്യാഷ് അപ്രൂവൽ ആയിട്ടില്ല. ആ പണം വരുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ പണം വന്നത് അത് നിങ്ങൾക്ക് ആ സമയം തരാം. ഇപ്പോൾ നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോകണമെങ്കിൽ പണം മുഴുവനായിട്ടും അടച്ചേ പറ്റുള്ളൂ. ഇതാണ് ഹോസ്പിറ്റലുകാർ പറയുന്നത്. വളരെ മോശമായിട്ടുള്ള ഒരവസ്ഥ. നാണക്കേടൊക്കെ ഭയന്ന് പൈസ ഇല്ലെങ്കിലും എവിടെ നിന്നെങ്കിലും കടമൊക്കെ മേടിച്ച് ഈ ജീവനക്കാരും പെൻഷൻകാരും ഈ പണം അടയ്ക്കാൻ നിർബന്ധിതരാവുകയാണ് ചെയ്യുന്നത്. ഓർക്കണം, ഇപ്പുറത്ത് നമ്മളുടെ മെഡിസപ്പിലേക്ക് ഉള്ള കോൺട്രിബ്യൂഷൻ ഓരോ മാസവും 687 രൂപ വീതം പിടിച്ചിട്ടാണ് നമുക്ക് ഈ അനുഭവം ഹോസ്പിറ്റലിൽ എത്തിപ്പോൾ അനുഭവപ്പെടുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഒന്നുകിൽ റിജക്ഷൻ, അല്ലെങ്കിൽ കിട്ടിയാൽ ഏകദേശം ഒരു 20% ക്യാഷ് കിട്ടും. ഇതാണ് നടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, 1.25 ലക്ഷം അപേക്ഷകളാണ് റിജക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ, ഇലക്ഷൻ്റെ ആ ഒരു പീരീഡ്, എല്ലാവരും മറ്റൊരു സ്ഥലത്തേക്ക് തിരിഞ്ഞ സമയം, പരിമിതികളുള്ള ഒരു സമയത്ത് ഇൻഷുറൻസ് കമ്പനിക്കാർ നടത്തിയ ഒരു പകൽ കൊള്ള എന്ന് മാത്രമേ ഇതിനെ പറയാൻ കഴിയൂ. നമ്മളുടെ ഇതിനെപ്പറ്റി ഒരു പോസിറ്റീവ് പറയേണ്ടത്, മെഡിസപ്പിന്റെ ഉദ്ദേശമൊക്കെ നല്ലതായിരുന്നു. സത്യം ഉദ്ദേശം നല്ലതാണ് എന്ന് പറയാനുള്ള കാരണം, ഈ ഇൻഷുറൻസ് ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഇൻഷുറൻസിന് വളരെ ലോ പ്രീമിയത്തിൽ, അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടി ഉയർന്ന പ്രീമിയത്തിലൊക്കെ പ്രൈവറ്റ് ഇൻഷുറൻസിൽ നമുക്ക് ഇൻഷുറൻസ് പോളിസികൾ എടുക്കാം. എന്നാൽ ഇവിടെ നമ്മൾ പറയേണ്ടത്, ഒരു സീനിയർ ആയിട്ടുള്ള ഒരു സിറ്റിസൺ അല്ലെങ്കിൽ ഒരു പെൻഷനർ, 65 വയസ്സ് ആയ ഒരു പെൻഷനറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വേറൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഇനി കിട്ടില്ല. അപ്പോൾ അതിന് 65-ന് മേലെ ഉള്ളവർക്കൊക്കെ തന്നെ ഇതേതെങ്കിലും കിട്ടിയാൽ തന്നെ അത് ഭയാനകമായ ഒരു പ്രീമിയമാണ് അവിടെ അടയ്ക്കേണ്ടി വരിക.
അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ മെഡിസപ്പിൽ വലിയ ആശ്വാസം വരുമെന്ന ഒരു പ്രതീക്ഷയായിരുന്നു ഈ രണ്ടാം മെഡിസപ്പിൽ ഉണ്ടായിരുന്നത്. അതൊക്കെ വളരെ പോസിറ്റീവായിരുന്നു. പക്ഷേ നമുക്ക് ആ പ്രതീക്ഷയൊക്കെ അസ്തമിച്ചിരിക്കുന്നു. ഇനി ഇത് തിരിച്ചു വരുമെന്നും പ്രതീക്ഷിക്കാൻ വയ്യ. അത്രയും ഗുരുതരമായ എന്താ പറയണ്ടേ കൃത്യവിലോപവും അഴിമതിയും പിടിച്ചുപറിയൊക്കെയാണ് ഇൻഷുറൻസ് കമ്പനി നടത്തിയിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ എല്ലാം പരിശോധിച്ച് ആ, എല്ലാം ശരിയാക്കി പരിഹരിക്കാൻ കഴിയുമെന്നൊന്നും തോന്നുന്നില്ലാത്ത ഒരവസ്ഥയാണ്. ആര് നോക്കാനാണ് ഈ സമയത്ത്? ഗവൺമെന്റിന്റെ ഒരു സംവിധാനം തന്നെ ഇലക്ഷൻ ഡിക്ലെയർ ആയതോടുകൂടി, അല്ലെ പെരുമാറ്റച്ചട്ടം വന്നതോടുകൂടി ഒരു നാമമാത്ര സംവിധാനം മാത്രമായി മാറിയിരിക്കുകയാണ്. അവരും തന്നെ 4-ാം തീയതി കഴിയട്ടെ എന്ന, ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന ആ ദിവസം കഴിയട്ടെ എന്ന ചിന്തയാണ് ശരിക്കും ഈ നമ്മുടെ ഗവൺമെന്റിനും സർക്കാർ തലത്തിലും ഉള്ളത് എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ ഈ സംവിധാനം നമ്മൾ അതിശക്തമായ പ്രതിഷേധം നടത്തി ഈ സംവിധാനം കുറ്റമറ്റ രീതിയിൽ കൊണ്ടുപോകണം. അല്ലെങ്കിൽ പ്രിയപ്പെട്ട പെൻഷൻകാരാ, അല്ലെങ്കിൽ ജീവനക്കാരാ, നിർബന്ധമായിട്ട് മെഡിസപ്പ് നന്നായി പോയില്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു ഹെൽത്ത് ഇൻഷുറൻസ് നോക്കണം. ഇതിൻ്റെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് ഇതൊരു നല്ല നിലയിൽ പോകുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ അതുപോലെ നിശ്ചയദാർഢ്യമുള്ള ഒരു സർക്കാർ, ഗവൺമെൻറ് സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കുറ്റമറ്റ രീതിയിൽ പോകൂ എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ സത്യത്തിൽ ആരാണ് ഇതിന് പരിഹാരം കാണുക? ഈ ഗവൺമെന്റോ, ഈ ഗവൺമെന്റിന്റെ ഒരു ഇത് ഇന്ന ആളെന്നല്ല, ഈ ഗവൺമെന്റിന്റെ ഒരു അവസാന കാലമാണ്. അപ്പോൾ അടുത്ത ഗവൺമെന്റ് ആയിരിക്കും, വരാനിരിക്കുന്ന ഗവൺമെന്റ് ആണോ, അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് പരിഹരിക്കാനുള്ള ഒരു സമയം ഈ 4-ാം തീയതിക്കുള്ളിൽ ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇലക്ഷന്റെ റിസൾട്ടൊക്കെ വരാനിരിക്കുന്ന ഗവൺമെന്റിന് മാത്രമേ ഇത് പരിഹരിക്കാൻ കഴിയുള്ളൂ. അപ്പോഴും ഈ മെഡിസപ്പ് കമ്പനിക്ക് വളരെ സൗകര്യമാണ്. അത്രയും ദിവസം മുമ്പോട്ട് കിട്ടി, അത്രയും ദിവസം വരുന്ന ക്ലെയിമുകൾ റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നാമമാത്ര തുക മാത്രം പാസ്സാക്കിയാൽ മതി. വളരെ സൗകര്യമായിട്ട് എന്താ പറയണ്ടേ, കട്ട് പിടിച്ചു പറിക്കാൻ പറ്റിയ ഒരവസരം കൃത്യമായി ഉരുത്തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഇതൊക്കെ കഴിഞ്ഞ് ഇനി പുതിയ ഗവൺമെന്റ് വന്നാൽ എന്താ സ്ഥിതി എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. സത്യം, ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയും വലിയൊരു പ്രശ്നം ഒരു ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഉണ്ടായിട്ട് ഏതെങ്കിലും ഈ സംഘടനകൾ, സർവീസ് സംഘടന, ജീവനക്കാരുടെ സംഘടനകളോ അല്ലെങ്കിൽ പെൻഷൻകാരുടെ സംഘടനകളോ ഒരു പ്രതിഷേധ പ്രകടനമെങ്കിലും നടത്തിയോ? നിങ്ങളെല്ലാവരും ഈ ഗ്രൂപ്പുകളിൽ, ഇപ്പോൾ എല്ലാ സംഘടനകൾക്കും ഗ്രൂപ്പുണ്ട്, നിർബന്ധമായും ചോദിക്കേണ്ട കാര്യമാണ്. എല്ലാവരും ചോദിക്കണം. അങ്ങനെ ഒരു പ്രതിഷേധ പ്രകടനം ഞാനെവിടെയും കണ്ടില്ല നടത്തിയതായിട്ട്. ഇതൊരു വിഷയമായിട്ട് ആരും ഏറ്റെടുക്കുന്നില്ല എന്നതാണ് സത്യം. സത്യത്തിൽ ഈ സംഘടന, പെൻഷനായാലും പെൻഷൻ സംഘടനയായാലും ജീവനക്കാരുടെ സംഘടനയായാലും ഒക്കെ തന്നെ അവർക്ക് ഒന്നിനും നേരമില്ല. പണം പിരിച്ച് കുറേ സമ്മേളനങ്ങൾ നടത്തും. ആ, ആ, അന്തർദേശീയ കാര്യങ്ങളൊക്കെ വലിയ താല്പര്യമാണ്, അത് ചർച്ച ചെയ്യും. പക്ഷേ നമ്മളുടെ ഈ ജീവനക്കാർക്കിടയിൽ ഉണ്ടാവുന്ന ഇത്തരത്തിലും ഗുരുതരമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അത് പരിഹരിക്കാനുമുള്ള ശ്രമങ്ങൾ ഒരു സംഘടനയുടെയും ഭാഗത്തു നിന്നില്ല എന്നുള്ളതാണ് വളരെ എന്താ പറയണ്ടേ സങ്കടകരമായ ഒരവസ്ഥ. എല്ലാ സംഘടനകളും അങ്ങനെ ആയിപ്പോയി. എല്ലാ സംഘടനകളും ഓരോ രാഷ്ട്രീയക്കാരെ ചാരി നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ചാരി നിന്നോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ജീവനക്കാർക്കുള്ള ബുദ്ധിമുട്ടുകൾ കൃത്യമായിട്ട് അവിടെ എത്തിക്കാനും അതിന് പരിഹാരം കാണാനും കൂടി ശ്രമിക്കേണ്ടതാണ്. പക്ഷെ അതുണ്ടാകുന്നില്ല. ഇപ്പൊ ആകെ കണ്ടതെന്ന് വെച്ചാൽ, ഇതിനെതിരെ കണ്ട ഒരു ന്യൂസ്, പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഒരു ഹൈക്കോർട്ടിൽ കേസ് ഫയൽ ചെയ്യാൻ തീരുമാനിച്ചു എന്നതാണ് കഴിഞ്ഞ ദിവസം കണ്ട. അപ്പോൾ നമ്മൾ ഗവൺമെന്റ് തലത്തിലേക്ക് പരിഹാരങ്ങൾ ഇല്ലാതെ വരുമ്പോൾ നേരിട്ട് ഇത്തരത്തിലുള്ള സംഘടനകൾ കോടതികളെ മെഡിസപ്പിനെ സംബന്ധിക്കുന്ന പരാതികൾക്ക് നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു തീരുമാനം വരുന്നുണ്ട് എന്നതാണ്. അപ്പോൾ ശരിക്കും ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടും ഇതിന് പരിഹാരങ്ങൾ വരാത്തത് കൊണ്ടാണ് ഇത് വീണ്ടും ഞാൻ ഇടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു പ്രതിഷേധ വീഡിയോ ആണ്. എല്ലാ ജീവനക്കാരുടെ സംഘടനകൾക്കും പെൻഷൻകാരുടെ സംഘടനകൾക്കും വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. നമ്മൾ മീഡിയയോ സർവീസ് സംഘടനകളോ അല്ലെങ്കിൽ ഏതെങ്കിലും പത്രമാധ്യമങ്ങളോ വളരെ സജീവമായ ഇടപെടലുകൾ ഇത്തരത്തിൽ നടത്താതിരിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇടുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് എത്തേണ്ട സ്ഥലത്ത് എത്തണമെങ്കിൽ നിങ്ങൾ ഈ മാറ്റർ
ഈ വീഡിയോസൊക്കെ തന്നെ വിവിധ കേരളത്തിലുള്ള എല്ലാ സംഘടനകളുടെയും, എല്ലാ ജീവനക്കാരുടെ സംഘടനകളുടെയും പെൻഷൻകാരുടെ സംഘടനകളുടെയും ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്യണം. അവരോട് ചോദിക്കണം. പ്രതിഷേധങ്ങൾ എല്ലാവരും പ്രതിഷേധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാം പ്രതീക്ഷയാണ്. മെഡിസപ്പിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന പ്രതീക്ഷയോടെ മാത്രമേ നിർത്തുന്നു. നന്ദി, നമസ്കാരം.